ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ റിയൽമി GT മാസ്റ്റർ എഡിഷൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ കുറച്ച് ദിവസം ഈ ഫോൺ യൂസ് ചെയ്തു. സോ എനിക്ക് ചെറിയ കോൺസ് ഫീൽ ചെയ്തു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൺസ് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേറ്റർ ഓൺ നമുക്ക് ഡയറക്റ്റ് പ്രോസീഡ് കിടക്കാം. സോ ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ UFS സ്റ്റോറേജ് സ്പീഡ്സ് ഇത് തുടങ്ങാം. സോ നമുക്ക് UFS 3.1 സ്റ്റോറേജ് സ്പീഡ്സ് ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു 30K സെഗ്മെൻറ്റിൽ മിക്കതിന് വരുന്നത്. ബട്ട് ദിസ് കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സോ Antutu ബെഞ്ച് മാർക്കാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മീൻ വൈൽ ഞാനിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ OnePlus Nord 2 എൻ്റെ കയ്യിലുണ്ട്, ഈ സെയിം ടൈപ്പ്. സോ നമുക്ക് രണ്ടിലും സെയിം ടെസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകും. ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ ഇതിൻ്റെ സ്റ്റോറേജ് സ്പീഡ്സ് രണ്ടിലും എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ കണ്ടോ UFS 3.1 സ്റ്റോറേജ് നമ്മുടെ OnePlus Nord 2 എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ടൈപ്പ് UFS 3.x എന്ന് കാണിച്ചിട്ടുണ്ട്. ആൻഡ് മീൻ വൈൽ ഇതിൻ്റെ സ്റ്റോറേജ് UFS 2.2 ആണ്. ആൻഡ് സ്കോഴ്സിന് ഡിഫറൻസ് കണ്ടോ, നല്ല ഡിഫറൻസ് ഉണ്ട്. 43,000 ഇവിടെ 58,000 നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. UFS 3.1 വേഴ്സസ് UFS 2.2 ആണ്. സോ നമ്മൾ ഈ റിയൽമി GT മാസ്റ്ററിൻ്റെ മിക്ക സൈറ്റ്സിലും UFS എന്ന് ജസ്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ. ഞാൻ ചില സൈറ്റ്സിലൊന്നും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല. സോ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യായിരുന്നു. UFS 2.2 തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പീഡ് തന്നെ. ഈ ഒരു സെഗ്മെൻറ്റിൽ മിനിമം UFS 3 എങ്കിലും കൊടുക്കണമായിരുന്നു. 3.1 ആയിരുന്നു വരുന്നത്. ബട്ട് നമ്മുടെ Nord 2 3.1 വേണ്ട പക്കയാണ്, പെർഫെക്റ്റ് ആണ് UFS സ്റ്റോറേജ് സ്പീഡ്സ്. ആൻഡ് മീൻവൈൽ നമ്മൾ ജസ്റ്റ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് ഞാൻ ജസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് റീഡ് സ്പീഡ് വന്നേക്കണേ 1000 MBPS, നമുക്ക് ഇവിടെ വന്നേക്കണേ 1727, നല്ല ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സ്പീഡ് വന്നേക്കണേ 869, ഇവിടെ 970 വന്നിട്ടുണ്ട് നമ്മുടെ Nord 2. സോ ഒബ്വിയസ്ലി രണ്ടും ഹയർ ആണ് നമ്മുടെ OnePlus Nord 2. സോ അതാണ് ഇപ്പോൾ ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ചെറിയൊരു പെർഫോമൻസ് ഡിഫറൻസ് വരുന്നുണ്ട്. വളരെ ലൈറ്റ് ആയിട്ട് അതൊരു ഡേ ടു ഡേ ലൈഫിന് മാറ്റർ ആണെന്ന് ചോദിച്ചാൽ പറയും അത്ര മാറ്റർ അല്ല. എന്നാലും സ്റ്റിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്ത് ചെറിയൊരു സംഭവം ഉണ്ട് ഒരു UFS സ്റ്റോറേജ്. സോ UFS 2.2 ആണ് നമ്മുടെ റിയൽമി GT മാസ്റ്ററിന് വരുന്നത്. ഇനി നെക്സ്റ്റ് കാര്യം എനിക്ക് ഫീൽ ചെയ്ത റാം മാനേജ്മെൻറ്റ് ഒരു നല്ല രീതിയിലൊരു ഇഷ്യൂ ഫീൽ ചെയ്തായിരുന്നു. ബിക്കോസ് ഞാൻ കുറച്ച് ആപ്സ് ഇങ്ങനെ മാറി യൂസ് ചെയ്തു. ദാറ്റ് മീൻസ് നമ്മുടെ പ്ലേ സ്റ്റോർ അങ്ങനെ കുറച്ച് ആപ്സ് മാറി യൂസ് ചെയ്തപ്പോഴത്തേക്കും ഈവൻ ചില സമയത്ത് എനിക്ക് ആപ്സേ കാണുന്നുണ്ടായിരുന്നില്ല നമ്മുടെ റീസൺസിനകത്ത്. ചില സമയത്ത് ആപ്പ് എല്ലാം റീഫ്രഷ് ആയിക്കൊണ്ടിരുന്നു. സോ അത് ജസ്റ്റ് നമ്മൾ മിക്ക ആൾക്കും അറിയാമായിരിക്കും. ഇത് ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 778 5G ചിപ്പാണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയ ആപ്പ് ഒന്നും വെൽ ഓപ്റ്റിമൈസ്ഡ് ആയിരിക്കത്തില്ല. അതിൻ്റെയാണ് ഇഷ്യൂ വരുന്നത്. സോ എനിക്ക് അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഫീൽ ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കുറച്ച് ആപ്സ് യൂസ് ചെയ്യാം. നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കാം, എന്നിട്ട് ഒരു ഇസഡ് അർച്ചീവർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവം എടുക്കാം. സോ ഓക്കെ, നമുക്ക് ഈ പേജ് വിടാം. എന്നിട്ട് അതിൻ്റെ മീൻ വൈൽ നമുക്ക് യൂട്യൂബ് എടുക്കാം. എന്നിട്ട് നമുക്ക് യൂട്യൂബ് അത് ജസ്റ്റ് ഹിസ്റ്ററിയിലിടാം. ഓക്കെ, സോ ഹിസ്റ്ററിയിലിടാം. ആൻഡ് മീൻ വൈൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ 2-3 ആപ്സ് കൂടെ യൂസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഇത് മെസ്സേജസ്, ക്രോമ്. ഓക്കെ, ക്രോമ്. ആൻഡ് മീൻ വൈൽ നമ്മുടെ ഗാലറി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് വേറെ കുറച്ച് ആപ്സ്, ഡിവൈസ് ഇൻഫോ ആപ്പ്, പിന്നെ മെമ്മറി ഇൻഫോ. ഓക്കെ, ഡിസ്ക് ഇൻഫോ. ഈ റോ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. സിസ്റ്റം, ഡിവൈസ് ഇൻഫോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഓക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഈ പ്ലേ സ്റ്റോർ എടുത്ത് ഇസഡ് അച്ചേറി വന്നു. ആൻഡ് യൂട്യൂബ് നോക്കാം. ഉണ്ടോ, യൂട്യൂബ് റീഫ്രഷ് ആയി. ഉണ്ടോ, സോ നമ്മൾ യൂട്യൂബിന് ഒരു സ്ഥലത്തെടുത്ത് വെച്ചിരുന്നായിരുന്നു. യൂട്യൂബ് റീഫ്രഷ് ആയി. ഇനി നമുക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോർ ബാക്ക് ടു പ്ലേ സ്റ്റോർ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ചില ആപ്ലിക്കേഷൻസ് മെയിലും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യും. മെയിൽ ഓപ്പൺ ചെയ്തു. ആൻഡ് മാപ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് ഈ ഗോയിൽ വയ്ക്കാം. ഓക്കെ, ആൻഡ് ഒരു ആപ്പ് കൂടെ ഡ്രൈവിംഗ് കൂടെ ഓപ്പൺ ചെയ്യാം. സോ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ വെച്ചു. ആൻഡ് ബാക്ക് ടു ഓക്കെ പ്ലേ സ്റ്റോർ ഉണ്ട്. ആൻഡ് യൂട്യൂബ്, ഇപ്പോൾ യൂട്യൂബ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ആപ്സ് ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. ഡിവൈസ് ഇൻഫോ റീഫ്രഷ് ആയി. മെമ്മറി ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഡിസ്ക് ഇൻഫോ ജസ്റ്റ് റീഫ്രഷ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് ബാക്ക് ടു ക്രോം. ഉണ്ടോ, ക്രോം റീഫ്രഷ് ആയി. സോ ചില ആപ്സിന് ആ ഒരു ഇഷ്യൂ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. സോ 2-3 തവണ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് നോക്കിയായിരുന്നു ഇതിന് മുമ്പ്. കണ്ടോ, ഇപ്പോൾ യൂട്യൂബ് റീഫ്രഷ് ആയി. ഓക്കെ, സോ റിയൽമി GT മാസ്റ്ററിന് ജസ്റ്റ് ഒരു മോണോ സ്പീക്കർ മാത്രമേ വരുന്നുള്ളൂ. വേറെ സ്പീക്കേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ടോപ്പിൽ വേറെ ഒന്നുമില്ല. ടോപ്പിൽ നമുക്കൊരു മൈക്ക്, സെക്കൻഡറി മൈക്ക് വരുന്നുണ്ട്. ബോട്ടത്തിൽ നമുക്കൊരു ഒറ്റ സ്പീക്കർ, ഇവിടെ ഒരു മൈക്ക്, പിന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഗ്ലാഡ് നമ്മുടെ Nord 2 മിസ്സിംഗ് ആണ്. ഹെഡ്ഫോൺ ജാക്ക് ഒന്നുമില്ല. സോ അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ സൈഡിൽ വോളിയം ബ്രോക്കർ, നമ്മുടെ സിം കാർഡ് ട്രേ, ആൻഡ് റൈറ്റിൽ നമ്മുടെ പവർ ബട്ടൺ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. some sort of permission ചോദിക്കുന്നുണ്ട്. ഞാനിത് ക്ലോസ് ചെയ്യാം കേട്ടോ താഴത്തെ.
കണ്ടോ സൗണ്ട് തീർന്നു ഗൈസ്, ഒന്നുമില്ല. പിന്നെ വോളിയം കുറവാണ്, ക്വാളിറ്റി കുഴപ്പമില്ല, ലൗഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യണില്ല, സ്റ്റീരിയോ എഫക്റ്റ് മിസ്സിംഗ് ആണ്. ബട്ട് ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ച് പെർഫെക്റ്റ് ഓക്കെ ആണ്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ OnePlus Note ഉണ്ട്, ഇതിൻ്റെ ആ പാട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. സെക്കൻഡറി സ്പീക്കറിൽ നിന്ന് കുറച്ച് അങ്ങനെ വിടുന്നത് നമ്മുടെ ഇയർ പീസായിട്ട്. കണ്ടോ, അതൊരു ഭയങ്കര ഡിഫറൻസ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ സംഭവത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ബാഡ് അടിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം കൊണ്ട് ഓൾമോസ്റ്റ് എനിക്ക് ഓക്കെ ആണ് പറയേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 778 5G ആണോ ഡയമൻസിറ്റി 1200 ആണ് ഇപ്പോൾ എല്ലാ ഈ സെഗ്മെൻറ്റിൽ മൊത്തം തന്നെ ഡയമൻസിറ്റി 1200 ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ പോക്കോ F3 GT, Realme X7 Max, ഒപ്പോ Reno 6 Pro ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളൊരു ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഒരു അതിൻ്റെ ഒരു Antutu ബെഞ്ച് മാർക്ക് വേണേൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. Antutu ബെഞ്ച് മാർക്ക് നമ്മുടെ ഗീക്ക് ബെഞ്ച് 5 CPU ത്രോട്ടിൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതുകളും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. $5,41,000 ആണ് നമ്മുടെ Realme GT സ്കോർ ചെയ്തെങ്കിൽ 5,89,000 ഇത് നോർമലി 6 lakh വരെ ടച്ച് ചെയ്യണതാണ് നമ്മുടെ ഡയമൻസിറ്റി 1200. ബട്ട് ഡ്യൂ ടു സം റീസൺസ് ഇപ്പോൾ 5,89,000 ഇതും ഇത് 5,41,000. 25-minute mark, OnePlus Note 2 97%. So guys, OnePlus Note 2 is done. 28 minutes. 5 മിനിറ്റ് കൊണ്ട് 28% ഫസ്റ്റത്തെ 5 മിനിറ്റ് 28, പിന്നെ 10 മിനിറ്റിൽ 50%, 15 മിനിറ്റിൽ 70%, ആൻഡ് 25 മിനിറ്റ് 97, ആൻഡ് 28 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ നോഡ് 2 27-28 മിനിറ്റ് ആയപ്പോഴത്തേക്കും നോഡ് 2 ഫുൾ ചാർജ് ആയാൽ നിങ്ങൾക്ക് മേളിൽ നോക്കി അറിയാം 360 അറൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ കമ്പനി ക്ലെയിം ചെയ്യുന്ന സെയിം തന്നെ. അപ്പോൾ നമുക്കൊരു 240 ഹെർട്സ്, ദാറ്റ് മീൻസ് 360 മൈനസ് നമ്മുടെ 120 ഹെർട്സ് ആണ് ഇപ്പോൾ റിഫ്രഷ് ചെയ്തിട്ട് ഇട്ടേക്കണം. സോ ഒരു 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗ് കിട്ടുന്നു. ഗൈസ് നമ്മുടെ CPU ത്രോട്ടിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് CPU ത്രോട്ടിൽ ടു 95% ആണ് നമ്മുടെ Realme GT മാസ്റ്ററും. ഇത് 78%. ഇതിന് 78% വരെ കുറച്ചു. ദാറ്റ് മീൻസ് ആണോ ഇതിന് ഗ്രാഫ് പോയാണ്ട് ഇവിടെ വരെ നല്ല പീക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് കുറഞ്ഞു. ദാറ്റ് മീൻസ് ഇത് 3 GHz ആണ് ഇതിൻ്റെ മെയിൻ ക്ലോക്ക് കേൾക്കണം. സോ നമുക്ക് പീക്ക് പെർഫോമൻസ് മാക്സിമം കിട്ടി. ബട്ട് ബാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും CPU ത്രോട്ടിൽ ഇത് കണ്ടോ കുറഞ്ഞ പെർഫോമൻസ് എല്ലാം ഡ്രോ ആയിപ്പോയി, കുറഞ്ഞു പോയി. അപ്പോൾ അത് കാരണം അത്രയും കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇത് ഉണ്ടാവും ഫുൾ എപ്പോഴും ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, പക്ക ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് 95% വരെ കുറഞ്ഞുള്ളൂ. സോ അമേസിങ്. നമുക്ക് അത് എന്നാലും ക്ലിയർ വിൻ നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ Realme GT. സോ ഗൈസ് നമ്മൾ കണ്ടല്ലോ ഇതിനകത്ത് CPU ത്രോട്ടിൽ എന്നുള്ള കാര്യം അങ്ങ് നമ്മൾ പ്ലേ ചെയ്തതിന് 5% നമ്മുടെ സ്നാപ്ഡ്രാഗണിൽ CPU ത്രോട്ടിൽ വരുള്ളൂ. CPU ത്രോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ഗെയിം കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹീറ്റ് ജനറേറ്റ് ആവും. ദാറ്റ് മീൻസ് CPU മോർ വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ആകും. സോ ഹീറ്റ് ജനറേറ്റ് ആയി CPU ഇഷ്യൂ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി CPUവിൻ്റെ മാക്സിമം പവർ കുറച്ച് കുറയ്ക്കുന്നു. അതായത് നമ്മളൊരു 3 GHz CPU ആണെങ്കിൽ അതൊരു 2.5 GHz അല്ലെങ്കിൽ 2 GHz കുറയ്ക്കുന്നു. അപ്പോൾ അതനുസരിച്ച് മാനുവലായിട്ട് അതിൻ്റെ പെർഫോമൻസും കുറയും. അതാണ് CPU ത്രോട്ട്ലിങ്. സോ CPU ത്രോട്ട്ലിങ് എത്രത്തോളം കുറവ് സംഭവിക്കാമോ അത്രത്തോളം പെർഫോമൻസ് നമുക്ക് കൂടുതൽ. ദാറ്റ് മീൻസ് എന്താ പറയുക, ഇപ്പോൾ 100% CPU ആണെങ്കിൽ 98 ആണെങ്കിൽ അത് നല്ല രീതിയിലാണ്, 90 ആണെങ്കിൽ ഭയങ്കരമായിട്ട് CPU ത്രോട്ട് അത് ബാഡാണ്. സോ ഏറ്റവും കുറവ് ദാറ്റ് മീൻസ് 100ൽ നിന്ന് ഏറ്റവും കുറവാണ് സംഭവിക്കുക. സോ ഇതിനകത്ത് എനിക്കൊരു മാക്സിമം ഒരു 5% എനിക്ക് ഫീൽ ചെയ്യും. ബട്ട് ദിസ് എനിക്കൊരു ഏകദേശം 25%, ഒരു 20-25% ഡയമൻസിറ്റി 1200 ബോത്ത് പോക്കോ F3 GT ആയിട്ടും കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട് ആയിട്ട്. ഞാൻ നോട്ട് വേഴ്സസ് പോക്കോ F3 ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ കൂടി ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ആ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ സ്റ്റേബിൾ പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ Realme GT മാസ്റ്റർ. സോ ഗെയിമിങ്സിന് ആയാലും ഇതിനായാലും ഒരു ഇഷ്യൂസും ഇല്ല, പക്ക ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി ഇത് പറയുമ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ആ ഒരു CPU ത്രോട്ട്ലിംഗ് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. സോ നമ്മൾ ബാൻ അടിച്ച പോലെ തന്നെ ഇതിൻ്റെ വളരെ നല്ലൊരു ആണ് CPU ത്രോട്ട്ലിംഗ്. ഒട്ടും CPU ത്രോട്ട്ലിംഗ് ഇല്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും കളിച്ച് വലിയ CPU ത്രോട്ട്ലിങ്സ് ഉണ്ടാവാനേ ഇല്ല. സോ അതൊരു വളരെ നല്ല കാര്യമാണ് നമ്മുടെ Realme GT മാസ്റ്ററിൻ്റെ. പിന്നെ നമുക്കിനി ഇതിൻ്റെ സോർട്ട് ഓഫ് ഒരു പ്രോസീറ്റൊക്കെ വരാം. നമുക്കിതിൻ്റെ പ്രോസീറ്റ് വരുന്നത് അത്യാവശ്യം സ്ലിം സെറ്റാണ്. അത് നിങ്ങൾക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ പക്ക ഹാൻഡിയാണ് സെറ്റ്. നമ്മുടെ ഈ നോട്ടും ഒക്കെ പിടിക്കണതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ഉണ്ടാവും.
നോട്ടൊക്കെ പിടിക്കുമ്പോൾ ഇത് പിടിക്കുമ്പോൾ എൻ്റെ വെയിറ്റ് തിക്നെസ് കണ്ടോ. സോ നമ്മുടെ ഇത് വരുന്നത് ഈ ഇതായിരുന്നു 174 ആണ് ഗ്രാംസ് വെയിറ്റ് വരുന്നത് ആൻഡ് 8 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അതിൻ്റെ നോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തിക്നെസ് വെച്ചാൽ 8.2 mm തിക്നെസ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് 8 mm. പക്ഷേ ഇതിൻ്റെ നമ്മുടെ വോയേജർ ഗ്രേ, അതായത് നമ്മുടെ റിയൽമി GT മാസ്റ്ററിന് വോയേജർ ഗ്രേ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 8.7 mm, കാരണം ഇത് ഒരു ലെതർ ബാഗ് ആണല്ലോ. ഓക്കെ, സോ അത് കാരണം അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കളർ എന്ന് വെച്ചാൽ വോയേജർ ഗ്രേ ആയിരിക്കും കുറച്ചും. പിന്നെ ഒരു ന്യൂട്രൽ ലുക്കിംഗ് ആണ് ഇതും. കോസ്മോസ് ബ്ലാക്കും ഉണ്ട്, നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം ഒന്നും പറയാനില്ല, നമ്മുടെ നോട്ടിന് വല്ലാണ്ട് ഡിസ്പ്ലേ ആണ്. 2 കാര്യങ്ങളിലാണ് വരുന്നത്. സോ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്, ഇത് ജസ്റ്റ് 90 ഉള്ളൂ, ഇത് 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ്. അതുപോലെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് തീരെ കുറവാണ്. നമ്മുടെ OnePlus Note 2 ജസ്റ്റ് 120 ഉള്ളൂ ടച്ച് സാമ്പിളിംഗ്. ഇത് 240 അറൗണ്ട് കിട്ടുന്നുണ്ട് എൻ്റെ ഒരു ആപ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റൊരു 300 അറൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്, 360 അറൗണ്ട്. ഓക്കെ, സോ 360 കിട്ടണം. ബട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ടോ 280 റേഞ്ചിലാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടോ, കണ്ടറിയാം. ആൻഡ് ഇപ്പോൾ എൻ്റെ GT മോഡ് ഓൺ ആക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, കറക്റ്റ് 360 എക്സാക്ട് റേഞ്ചിൽ നമുക്കിത് കിട്ടുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ ടച്ച് സാമ്പിൾ റേറ്റ്. സോ 360 മൈനസ് നമ്മുടെ 120 ഹെർട്സ് ആണ് റീഫ്രഷ് റേറ്റ് ഞാൻ സെറ്റ് ചെയ്തേക്കണം. ബൈ ഡിഫോൾട്ട് കിടക്കണം 120 ആണ്. സോ അത് നമ്മൾ കുറയ്ക്കണം. ദറ്റ് മീൻസ് ഡിസ്പ്ലേ നമ്മുടെ റീഫ്രഷ് റേറ്റ് റിഫ്രഷ് റേറ്റ് ഹൈ ആണ്. ദറ്റ് മീൻസ് നമ്മുടെ 360 മൈനസ് 120. സോ നമുക്കൊരു 240 ഹെർട്സ് ആണ് നമ്മുടെ ടച്ച് സാമ്പിൾ റേറ്റ്. ആൻഡ് മീൻ വൈൽ ഞാൻ നോട്ട് 2 ഏത് രീതി കമ്പയർ ചെയ്തിട്ട് എനിക്കൊരു 120 ഹെർട്സ് ആണ് കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ നോട്ട് 2 ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്ത് വെച്ചേക്കാണ്. സോ ജസ്റ്റ് അത് ഓൾറെഡി ഞാൻ അതിൻ്റെ നോട്ട് 2 വേഴ്സസ് റിയൽമി GT മാസ്റ്ററിൻ്റെ ഒരു വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്. സോ നമുക്കിത് മെയിൻ കോൺസെൻട്രേറ്റ് നമുക്ക് ഇതിനകത്ത് തന്നെയാണ്. സോ അതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യമാണ്. ഡിസ്പ്ലേ എനിക്ക് പക്കായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഡിസ്പ്ലേ ആണ്. കളേഴ്സൊക്കെ നല്ല പക്ക കളേഴ്സ്, പഞ്ചി ഓൾമോസ്റ്റ്. ഇപ്പോൾ എല്ലാ ഡിസ്പ്ലേ അങ്ങനെ ബാൻ അടിക്കാവുന്ന രീതിയിലൊന്നും ഇല്ലല്ലോ. സോ ഓൾമോസ്റ്റ് പക്കയാണ്, വേറെ സീൻസ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ടക്ക് ചെയ്യുന്നൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ടോട്ടൽ വന്ന 1080 2400 ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 1000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 409 pp. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് സെയിം നോട്ട് 2 ഓൾമോസ്റ്റ് സെയിം തന്നെ 409 pp ആണ് വരുന്നത്. പിന്നെ ഒരു 3D ടാക്ടൈൽ എഞ്ചിൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഓവറോൾ നൈസാണ്. പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പോലുള്ള 5 പ്രൊട്ടക്ഷൻ ആണ്. സോ എനിക്ക് ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആകെ എനിക്ക് ഇതിനകത്ത് കോൺ അടിച്ചൊരു സ്പീക്കറിന് എത്രയാണ് കോൺ അടിച്ചേക്കുന്നത്. പിന്നെ ഒരു കാര്യം നമ്മുടെ എക്സ്റ്റൻഡ് റാം. സോ മിക്ക ഫോൺസിൽ ഇപ്പോൾ ഒരു വരുന്നൊരു ഫീച്ചറാണ് എക്സ്റ്റൻഡ് റാം. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു സ്റ്റോറേജ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 8256 ആണ്. അപ്പോൾ എനിക്ക് സ്റ്റോറേജിന് വലിയ സീൻ ഇല്ലാതെ കാരണം നമുക്ക് നമ്മുടെ എബോട്ട് ഫോണിനകത്ത് നമുക്കിവിടെ ഒരു 5 GB വരെ നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. സോ ബട്ട് ഇത് സോർട്ട് ഓഫ് ഒരു സ്വാപ്പ് മെമ്മറി പോലെ റാമിൻ്റെ ഒരു ഹെൽപ്പർ പോലെയാണ് ആക്കി. എക്സാക്ട് റാമാണെന്ന് വെച്ചാൽ അല്ല, ഒരു റാമിൻ്റെ ഒരു ഹെൽപ്പർ പോലെ, ഒരു സെക്കൻഡറി ഹെൽപ്പർ പോലെ ആക്ട് ചെയ്തു. സോ ബട്ട് ഹാപ്പി ടു ഹാവ് ദാറ്റ് ഒരു ഫീച്ചറാണ്. ഇനി നെക്സ്റ്റ് എൻ്റെ ക്യാമറാസ്. സോ ക്യാമറാസിൻ്റെ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ട ക്യാമറാസാണ്. ബട്ട് ഇത് OIS ഇല്ലാത്തൊരു ക്യാമറയാണ്, അതും പറയാനുള്ളത്. സോ OIS ഇല്ലാത്ത കാരണം ബട്ട് ഇതിനകത്ത് അൾട്രാ സ്റ്റഡി എന്നൊരു മോഡുണ്ട്, നമുക്ക് ക്യാമറാസ് കിട്ടുന്നുണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ് അതിൻ്റെ ക്യാമറാസിൻ്റെ സ്പെക്ക് പറയുന്നത് 64 MB ക്യാമറയാണ് വരുന്നത്, f1.8 അപ്പാർച്ചർ. പിന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആണ്. OnePlus Note 2 ഒക്കെ ക്യാമറ UI, ഇതിൻ്റെ ക്യാമറ UI എന്നൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് UI വരുന്നത്. കാണിച്ചു തരാം. ഉണ്ടോ, രണ്ടിൻ്റെ എക്സാക്റ്റ് സെയിം പോലെ തോന്നില്ല, കണ്ടോ, സെയിം തന്നെയാണ്. ഓക്കെ, ആൻഡ് പിന്നെ കുറച്ച് മോറിനകത്ത് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. നമുക്ക് കണ്ടോ ആ പേരുകളൊക്കെ വേറെ വേറെ കൊടുത്തില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് മൂന്നാമത്തെ ക്യാമറ ഒരു മോണോക്രോം, ദാറ്റ് മീൻസ് ഒരു ഫിൽറ്റേർഡ് ക്യാമറ ആണ്. ഇതിനകത്തൊരു മാക്രോയുടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോണോക്രോം ക്യാമറ തന്നെയാണ്. ബട്ട് ഇതിനകത്തൊരു മോഡ് വരുന്നുണ്ട്, നമ്മുടെ അൾട്രാ മാക്രോ എന്നൊരു മോഡ് വരുന്നുണ്ട്. അത് ഭയങ്കര ക്ലോസ് ടു സബ്ജക്റ്റ് ആക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇതൊരു നമ്മുടെ ഇൻഡോർ ഷോട്ടാണ് കേട്ടോ രണ്ടിലെയും. ഇത് നമ്മുടെ റൈറ്റിൽ റിയൽമി GT മാസ്റ്റർ, ലെഫ്റ്റിൽ Note 2. ഓക്കെ, സോ രണ്ടും കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ ഒരു അലോയ് വീലിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇത് ഞാൻ മാക്സിമം മോഡിലാട്ടിട്ടാണ്, എത്രത്തോളം ക്ലോസ് ആവും നോക്കാം. ഓക്കെ, കൊള്ളാം. ആ ഒരു കണ്ടോ, രണ്ടും അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടോ, രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ് വേണം, ഓൾമോസ്റ്റ് നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് രണ്ടിനും. ബാൻ അടിക്കാനൊന്നുമില്ല, പക്ക. ഞാൻ ജസ്റ്റ് ഈ ഒരു യൂസർ സിനാരിയോ വെച്ചിട്ടാണ് പറയണേ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കളേഴ്സ് നോക്കാം. ഓക്കെ, ഇവിടെയും എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാവുന്നൊന്നുമില്ല. ഒറ്റ ഗ്ലാൻസ് ഇങ്ങനെ നോക്കുവാണെങ്കിലും ഓൾമോസ്റ്റ് സെയിം തന്നെ രണ്ടും. ആൻഡ് ഇതാണ് വേറൊരു ഇത്, നമുക്ക് ഓൾ ദ വേ ടു 20x വരെ നമ്മുടെ റിയൽമി GT മാസ്റ്റർ 20x വരെ സൂമിങ്ങും. ഇത് ജസ്റ്റ് നമുക്ക് മാക്സിമം നമ്മുടെ 10x നിൽക്കും സൂമിങ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സ്കൈഡ് ഇമേജ്. ഇതെനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്ത് നമ്മുടെ റിയൽമി GTനേക്കാൾ ഒരു പൊടിക്കും കൂടെ ഈ സ്കൈ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്ത് ഇതിനകത്തും. പക്ഷേ ഈ ട്രീസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്ത് ഇതിനകത്താണ്. സോ രണ്ടോ ഇതിനകത്ത് ട്രീസ് കുറച്ചും കൂടെ റിയൽ ലൈക്ക് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇതിനകത്ത്. ഇത് കുറച്ച് ഓവർ ഷാർപ്പനിങ് ആയിട്ടുണ്ട് നമ്മുടെ ഇത് GT മാസ്റ്റർ, സോറി നമ്മുടെ നോഡ് 2 കുറച്ചുകൂടെ ഓവർ ഷാർപ്പനിങ് ആയിട്ടുണ്ട്. GT മാസ്റ്ററിൽ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സ്കൈ കുറച്ചുകൂടെ ഡൈനാമിക് റേഞ്ച് കൂടുതലൊന്നും നമ്മുടെ ഇതിനകത്താണ് കണ്ടത്. ഒരു ഓൾമോസ്റ്റ് ഒരു ഇതായിപ്പോൾ ഇത് ഇച്ചിരി ഡൈനാമിക് റേഞ്ച് കാണാനൊക്കെ ഇച്ചിരി രസമുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നെക്സ്റ്റ് ഓക്കെ, ഇത് ഭയങ്കര ഷാർപ്പാണ്. നമ്മുടെ GT മാസ്റ്റർ പക്ക ഒരു രീതി എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഷാർപ്പ്നെസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കളർ കണ്ടിട്ടുണ്ട്. ഇത് ആ ഇലയൊക്കെ ചുമ്മാ പച്ചക്ക് ഭയങ്കര ഷാർപ്പ് പച്ച. അയ്യോ, അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈബ്രൻറ്റ് കളേഴ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റിയൽമി GT ആണ് കുറച്ചും കൂടെ ഒരു പെയിൽ കളേഴ്സ് തന്നെ. ഇനി ഇത് അൾട്രാ മാക്രോ ഉള്ളതാണ് ഇത്രയും ക്ലോസ് സബ്ജക്റ്റ് ആകാൻ പറ്റും. ബട്ട് ഇത് ഇവിടെ വെച്ച് ക്ലോസിങ് നിൽക്കും. നമുക്ക് ഇത്ര നമുക്ക് മാക്സിമം ക്ലോസ് ആകാൻ പറ്റുള്ളൂ നമ്മുടെ നോഡ് 2വിനകത്ത്. ഓക്കെ, ആൻഡ് ഇത് രണ്ടും ഓക്കെയാണ്, കുഴപ്പമില്ല. ആൻഡ് ഫൈനലി നമുക്കിതിൻ്റെ എന്താ പറയുക വീഡിയോ സ്റ്റെബിലൈസേഷൻ നോക്കാം. സോ ഞാൻ അൾട്രാ സ്റ്റേബിൾ മോഡ് ഓൺ ആക്കിയിട്ടാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. ഇതിൽ നോർമലി EIS മാത്രമേ ഉള്ളൂ, OIS ഇല്ല. ബട്ട് നോട്ട് 2 OIS ഉണ്ട്. സോ ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. രണ്ടും എക്സാക്ട് ടൈം പ്ലേ ചെയ്യാം. ഓക്കെ, ആ OIS ഇല്ലാത്തതിൻ്റെ കാര്യം പെർഫെക്റ്റ് ആയിട്ട് പരിഹരിച്ചിട്ടുണ്ടെന്നൊരു രീതിയാണ്. ഇതായിട്ട് നമ്മുടെ GT മാസ്റ്റർ കണ്ടോ. ഇച്ചിരി നന്നായിട്ട് നോട്ട് 2വിനേക്കാളും ഓൾമോസ്റ്റ് നന്നായിട്ട്. നോട്ട് 2 അങ്ങനെ ഡെഡിക്കേറ്റ് ആയിട്ട് വേറെ മോഡൊന്നുമില്ല, OIS ഉള്ള കാരണം വേറെ മോഡ്. ബട്ട് രണ്ടും പക്കയാണ് കേട്ടോ. എനിക്ക് ആ OIS ഇല്ലാത്തതിൻ്റെ ഒരു പരിഹാരം ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. ആ അൾട്രാ സ്റ്റേബിൾ മോഡ് എന്ന് പറഞ്ഞത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ ആ വീഡിയോ എടുക്കുക. നമുക്ക് വീഡിയോയ്ക്കകത്ത് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ അൾട്രാ സ്റ്റേബിൾ മോഡ്. അത് ഓണാക്കി നമുക്ക് ഇവിടെ ഓപ്ഷൻ വരും, അൾട്രാ സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതാണ് സംഭവം. നമുക്ക് പിന്നെ നമ്മുടെ മാക്സിമം ഫ്രെയിം റേറ്റ് 4K ആയിട്ട് 30 FPS ആണ് റെക്കോർഡിങ് പറ്റുക. പിന്നെ ടിൽറ്റ് ഷിഫ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ നൈറ്റ് മോഡ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഫോട്ടോയ്ക്കകത്ത് വേറെ ഓപ്ഷൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിൽറ്റ് ഷിഫ്റ്റ് ഫ്രെയിം ടൈമർ, പോർട്രേറ്റ് മോഡ്, ഡെഡിക്കേറ്റഡ് 64 MB മോഡ്, പിന്നെ മൂവി മോഡ് ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്. പിന്നെ പ്രോ മോഡ്, അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ് ഒക്കെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റിയ പ്രോ മോഡ്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് മോഡ്സും വരുന്നുണ്ട്. ആൻഡ് ഫ്രണ്ട് ക്യാമറ ഒരു രക്ഷയില്ല, അടിപൊളി ഔട്ട്പുട്ടാണ്. നമ്മുടെ 32 MB ഫ്രണ്ട് ക്യാമറ, സോണിയുടെ ഫ്രണ്ട് ക്യാമറ. സോ അതും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് സാർ വാല്യൂസ് നമുക്ക് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. *#07#. ഓക്കെ, ഇതിൻ്റെ ഹെഡ് സാർ വന്നേക്കുന്നത് 1.057, ബോഡി സാർ വന്നേക്കുന്നത് 1.18 ആണ്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടിൻ്റെയും, നോട്ട് 20 ഇതിൻ്റെ. പിന്നെ 5G ബാൻഡ്സിൻ്റെ ആണെങ്കിൽ ഒരു സീനുമില്ല, 8 5G ബാൻഡ് വരുന്നുണ്ട്. പിന്നെ ബാറ്ററി 4300 mAh ബാറ്ററി. അപ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ നോട്ട് 2 4500 ഉണ്ടല്ലോ, അപ്പോൾ അതായിരിക്കും പക്കാന്ന് വെച്ചാൽ വെറുതെയാണ് ഗൈസ്. രണ്ടും ഓൾമോസ്റ്റ് ഇതിനെ, കാരണം ഞാൻ ബാറ്ററി ചാർജിങ് സ്പീഡ് ടെസ്റ്റ് ചെയ്താണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമ്മുടെ നോട്ട് 2 വേഴ്സസ് നമ്മുടെ റിയൽമി GT മാസ്റ്റർ വേഴ്സസ് പോക്കോ F3 GTയുടെ ബാറ്ററി ചാർജിങ് സ്പീഡ് ടെസ്റ്റ് ആണിത്. സോ അത് എനിക്ക് 3 ഫോൺസ് 1% കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ Antutu ബെഞ്ച് മാർക്കും അങ്ങനെ കുറേ ബെഞ്ച് മാർക്കൊക്കെ റൺ ചെയ്തിട്ട് നമ്മുടെ നോട്ട് 2വിനേക്കാളും ഭയങ്കരമായിട്ട് ബാറ്ററി നിന്നുകൊണ്ടിരുന്നതിനകത്താണ്. കാരണം നോട്ട് 2വിനൊരു 2% ഇറങ്ങുമ്പോൾ ഇതിനകത്ത് ഒരു 3% ഇറങ്ങുമ്പോൾ ഇതിനകത്ത് ഒരു 1% അല്ലെങ്കിൽ 1.5% ഒക്കെ. സോ ഒരു 1% എപ്പോഴും ഇത് ബിഹൈൻഡ് ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു 1% ഒക്കെ ബിഹൈൻഡ് ആയിരുന്നു. സോ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടിനും എനിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുക. അപ്പോൾ സോ ബാറ്ററി പിന്നെ 65 വാട്ട് ചാർജ് ജസ്റ്റ് കൃത്യം 29 മിനിറ്റ് ഞാൻ പറയും, 29 അരമണിക്കൂറിൽ നമുക്ക് ഫുൾ ചാർജ് ആവും. ആൻഡ് മീൻവെൽ നോട്ട് 2 ആണെങ്കിൽ 27-28 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. ഓക്കെ, ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ ഫിംഗർ സ്കാനർ ഫേസ് റെക്കഗ്നിഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഉണ്ടോ, റാപ്പിഡ് ഫാസ്റ്റ് ആണ്, ബാൻ അടിക്കേണ്ട ഒന്നുമില്ല, പക്കയുണ്ടോ. അതെ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, പെർഫെക്റ്റ്. അതിൻ്റെ ഫേസ് റെക്കഗ്നിഷൻ നോക്കാം. ഇൻ 3, 2, 1 ആൻഡ് ഗോ. അത് റാപ്പിഡ് ഫാസ്റ്റാന്ന് പറയാനല്ല, കുഴപ്പമില്ല. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, ഒന്നുകൂടെ. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, ഫാസ്റ്റ് ആണ്, ഒന്നും ബാൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, രണ്ടും പക്കയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സൈഡ് ബൈ സൈഡ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ജസ്റ്റ് നമ്മുടെ നോട്ട് 2 കാണിച്ചു തരാം. സോ രണ്ടും ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോറി, ഒന്നുകൂടെ. ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ ഇതാണ് ഇച്ചിരി ലാഗ്. ഓക്കെ, സോറി, ഞാൻ കൈ ഒന്ന് സ്വിച്ച് ചെയ്യട്ടെ. കണ്ടോ, രണ്ട് ഫാസ്റ്റാണ്.